നമസ്കാരം. KSEB ചെയർമാന്റെ ഓഫീസിലെ പ്യൂൺ ആൾമാറാട്ടം നടത്തി പണം തട്ടിയ സംഭവത്തിൽ പ്രതിയായ വിനീത് കൃഷ്ണൻ കൃത്രിമമായി സൃഷ്ടിച്ച രേഖകൾ കണ്ട് പോലീസിനും ഞെട്ടൽ. മരുതൻകുഴി സ്വദേശി വിനീത് കൃഷ്ണനെയാണ് വട്ടിയൂർക്കാവ് പോലീസ് ആൾമാറാട്ടം നടത്തി പണം തട്ടിയതിന് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. പ്യൂൺ VP വിനീത് കൃഷ്ണനെ വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KSEB സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. വ്യാജമായി തയ്യാറാക്കിയ IPS ഉദ്യോഗസ്ഥനായി നിയമിച്ചുകൊണ്ടുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ്, പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി നൽകിയുള്ള PMOയുടെ കത്ത്, SBI നിയമിച്ചുള്ള രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ഉത്തരവ് തുടങ്ങിയവയാണ് ഇയാൾ തട്ടിപ്പിന് ഉപയോഗിച്ചത്. IPS ഉദ്യോഗസ്ഥനാണെന്നും KSEBിൽ സ്പെഷ്യൽ ഓഫീസറായി ജോലി ചെയ്യുകയാണെന്നായിരുന്നു ഇയാൾ പലരെയും വിശ്വസിപ്പിച്ചിരുന്നത്. 1.5 കോടിയുടെ മയക്കുമരുന്നുള്ള വാഹനം ചേസ് ചെയ്ത് പിടികൂടിയതിന് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെയും കുറ്റവാളികളെ വെടിവെച്ച് പിടികൂടിയതിന് ബീഹാർ മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ വ്യാജ അനുമോദന കത്തുകളും ഇയാൾ തയ്യാറാക്കിയിരുന്നു. പോലീസ് യൂണിഫോമിലുള്ള ചിത്രങ്ങളും ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. വ്യാജരേഖകളും ഉത്തരവുകളും വിനീത് പലർക്കും അയച്ചും കൊടുത്തിരുന്നു. ഇതോടെയാണ് KSEB ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ആൾമാറാട്ടത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. KSEB വിജിലൻസ് വിഭാഗം DYSPക്ക് വിനീത് കൃഷ്ണനെതിരെ പരാതി ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി. പ്രാഥമിക പരിശോധനയിൽ തന്നെ പ്രതി കുറ്റം ചെയ്തെന്നും വ്യക്തമായി. IPS ഉദ്യോഗസ്ഥനെന്ന് വിശ്വാസം വരുത്താൻ ഉതകുന്ന സർക്കാർ കത്തുകളും ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തി. തമിഴ്നാട്, ബീഹാർ സർക്കാരുകൾ നൽകിയ അനുമോദനത്തിന്റെ പത്രക്കുറിപ്പുകൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ പോസ്റ്റിംഗ് ഓർഡർ എന്നിവയും വ്യാജമായി തയ്യാറാക്കിയിരുന്നു. ഇവ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിൽ വഴിയും പലരിലേക്ക് എത്തിച്ചായിരുന്നു പ്രതി തട്ടിപ്പ് നടത്തിയത്. ഇയാൾ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്.